1986 പ്രഥമ ഉപഭോക്തൃ സംരക്ഷണ നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നീട് അങ്ങോട്ട് കച്ചവട സംസ്കാരത്തിൻ്റെയും ഇ കൊമേഴ്സിൻ്റെയും കാലഘട്ടമായതോടുകൂടി 86 നിയമം അപ്രാപ്യമാണെന്ന് തോന്നുകയും ഒരുപാട് ഭേദഗതികൾ വരുത്തി 2019 പുതിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം കൊണ്ടുവന്നു. ആരാണ് ഉപഭോക്താവ്? ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ എന്താണ്? ആ അവകാശങ്ങളെല്ലാം ലംഘിക്കപ്പെട്ടാൽ എന്താണ് പ്രതിവിധി? ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം കോടതികളെ 3 ലെവലായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തേത് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എല്ലാ ജില്ലകളിലും ഉണ്ട്. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ തിരുവനന്തപുരമാണ് ആസ്ഥാനം. ഒന്നാമത് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ന്യൂഡൽഹിയാണ് ആസ്ഥാനം. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എല്ലാ ജില്ലകളിലുമുണ്ട്. പ്രസിഡന്റും 2 മെമ്പേഴ്സുമാണ്. അവിടെ 50 ലക്ഷം രൂപ വരെയുള്ള കേസുകൾ ആണ് കൈകാര്യം ചെയ്യുന്നത്. 5 ലക്ഷം രൂപ വരെയുള്ള ക്ലെയിമുകൾക്ക് കോടതി ഫീസ് അടയ്ക്കേണ്ടതില്ല. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ഓർഡറിൽ നമുക്ക് എന്തെങ്കിലും അതൃപ്തി ഉണ്ടായാൽ 45 ദിവസത്തിനുള്ളിൽ നമ്മൾ സ്റ്റേറ്റ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റെസൽ കമ്മീഷനിൽ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിലേക്കാണ് നമ്മൾ അപ്പീൽ പോകേണ്ടത്. രണ്ടാമത് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ തിരുവനന്തപുരമാണ് ആസ്ഥാനം. എല്ലാ മാസത്തിലെയും ഒരാഴ്ച ക്യാമ്പ് സിറ്റിംഗ് എറണാകുളത്ത് ഉണ്ടാവാറുണ്ട്. പ്രസിഡന്റും 4 മെമ്പേഴ്സുമാണ് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ. 50 ലക്ഷം തൊട്ട് 10 കോടി വരെയുള്ള കേസുകളാണ് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ കൈകാര്യം ചെയ്യുന്നത്. ഇൻട്രീം ആപ്ലിക്കേഷൻസ് ലോ ഓർഡറിന് മേലെയും റിവിഷണൽ പവറും സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിലുണ്ട്. ഇനി സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ഓർഡറിൽ നമുക്ക് എന്തെങ്കിലും അതൃപ്തി ഉണ്ടാവുകയാണെങ്കിൽ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് റിവ്യൂ ചെയ്യാനുള്ള പവറുണ്ട്. ഇനി അതിനു മേലെ നമുക്ക് അപ്പീൽ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിലേക്ക് 30 ദിവസത്തിനുള്ളിൽ പോകാവുന്നതാണ്. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. പ്രസിഡന്റും 4 മെമ്പേഴ്സുമാണ്. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ 10 കോടിക്ക് മേലെയുള്ള കേസുകളാണ് കൈകാര്യം ചെയ്യുന്നത്. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ഓർഡറിന് മേലെ അപ്പീൽ സുപ്രീം കോടതിയെ സമീപിക്കാവുന്നതാണ്. ഒരു കാര്യം നടന്ന് 2 വർഷത്തിനുള്ളിൽ നമ്മൾ പരാതി ഫയൽ ചെയ്തിരിക്കണം. ഈ 2 വർഷം കഴിഞ്ഞാലും ഡിലേ കണ്ടോൺ ചെയ്യാനുള്ള പവർ കോടതികൾക്കുണ്ട്. അതിന് നമ്മൾ ജെന്യുവിൻ റീസൺ നമ്മൾ സ്റ്റേറ്റ് ചെയ്ത് ഒരു പെറ്റീഷൻ ഇടണം. ഈ ഒരു ലിമിറ്റേഷൻ കണ്ടോൺ ചെയ്ത് ഇനി കോടതിയിൽ ഉപഭോക്താക്കൾക്ക് എന്തൊക്കെ നിവൃത്തികൾ ആവശ്യപ്പെടാം എന്നുള്ളത് നോക്കാം. ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചത് ഡിഫക്റ്റീവ് ആണെന്ന് തെളിഞ്ഞ ഉപഭോക്താക്കൾക്ക് അതിൻ്റെ റീഫണ്ട് അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് ചോദിക്കാവുന്നതാണ്. നഷ്ടപരിഹാരം ക്ലെയിം ചെയ്യാം. കോടതി പ്രൊസീഡിങ്സിൻ്റെ കോസ്റ്റും ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇനി റെസ്ട്രിക്റ്റഡ് ട്രേഡ് പ്രാക്ടീസ് ആണെങ്കിൽ അത് നിർത്തലാക്കാനുള്ള റിലീഫ് ചോദിക്കാവുന്നതാണ്. കോടതിയിൽ ഉപഭോക്താവിന് നേരിട്ടോ അല്ലെങ്കിൽ വക്കീൽ മുഖേനയോ കേസുകൾ ഫയൽ ചെയ്യാവുന്നതാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരാതികൾ എവിടെ കൊടുക്കാമെന്നുള്ളത് നോക്കാം. 1986 നിയമപ്രകാരം എതിർകക്ഷികൾ എവിടെയാണോ ബിസിനസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹെഡ് ഓഫീസ് എവിടെയാണോ അവിടെയാണ് പരാതി കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ കോഴ്സ് ഓഫ് ആക്ഷൻ എവിടെയാണോ നടക്കുന്നത് അവിടുത്തെ കോടതികൾക്കായിരുന്നു ജൂറിസ്ഡിക്ഷൻ. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ ഉപഭോക്താക്കളെ സഹായിക്കാൻ വേണ്ടിയാണ് ഒരു പ്രൊവിഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഉപഭോക്താവ് എവിടെയാണോ താമസിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണോ ബിസിനസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ കോടതികൾക്ക് ജൂറിസ്ഡിക്ഷൻ ഉണ്ടെന്നുള്ളതാണ് പുതിയ നിയമത്തിലുള്ള ഒരു ക്ലോസ്. അപ്പം ഈ ഫോർ എക്സാമ്പിൾ എറണാകുളത്ത് താമസിക്കുന്ന ഒരു വ്യക്തി തിരുവനന്തപുരത്ത് പോയപ്പോൾ ഒരു സാധനം അവിടുന്ന് വാങ്ങിക്കുന്നു. പഴയ നിയമപ്രകാരമാണെങ്കിൽ അത് തിരുവനന്തപുരത്താണ് ഫയൽ ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് ഉപഭോക്താവ് താമസിക്കുന്നത് എറണാകുളത്താണ്. എറണാകുളത്തെ കോടതികൾക്കാണ് ജൂറിസ്ഡിക്ഷൻ. ഈ ഒരു അമെൻമെന്റ് കൊണ്ടുവന്നത് ശരിക്കും ഉപഭോക്താക്കളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ്. കാരണം പഴയ ആക്ട് അനുസരിച്ചിട്ടാണ് ഉപഭോക്താക്കൾ പലരും ഈ പോകാനുള്ള യാത്ര ചെയ്യാനുള്ള മടി കാരണമൊക്കെ കേസുകളൊന്നും ഫയൽ ചെയ്യാതിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ മേഖലകളിലും നമ്മൾ ഷോപ്പിംഗ് ചെയ്താലും എവിടെയാണോ നമ്മൾ ഉപഭോക്താവ് താമസിക്കുന്നത് അവിടുത്തെ കോടതികൾക്ക് ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പ്രൊവിഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യത്തേത് സെറ്റിൽമെൻറ്റ് ത്രൂ മീഡിയേഷൻ വഴി കേസുകൾ ഒത്തുതീർപ്പാക്കുന്നതും വേഗത്തിൽ തീർപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രൊവിഷൻ ഈ പുതിയ ആക്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പഴയ ആക്ട് അനുസരിച്ചിട്ടാണ് മീഡിയേഷൻ എന്നുള്ളൊരു പ്രൊവിഷൻ ഇല്ലായിരുന്നു. രണ്ടാമത്തേത് പ്രോഡക്റ്റ് ലയബിലിറ്റി ആക്ഷൻ. ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച് അതിൽ നിന്നും ഒരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ മാനുഫാക്ചറർക്കും ഡീലർക്കും സർവീസ് സെന്റേഴ്സിനുമെതിരെ പരാതി കൊടുക്കുകയും കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാനുമുള്ള ഒരു പ്രൊവിഷനാണ് പ്രോഡക്റ്റ് ലയബിലിറ്റി ആക്ഷൻ.
പഴയ ആക്ട് അനുസരിച്ചിട്ടാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രൊവിഷൻ ഇല്ലായിരുന്നു. ഒരു മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ഉണ്ടായാൽ മാനുഫാക്ചർ മാത്രം ലൈബിൾ ആവത്തുള്ളൂ. ബട്ട് പ്രോഡക്റ്റ് ലയബിലിറ്റി ആക്ഷനിൽ എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു കുക്കർ വാങ്ങിച്ചു, ആ കുക്കറിൽ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടും ആ കുക്കർ പൊട്ടിത്തെറിച്ചു, അതിൽ നിന്ന് നമുക്കൊരു അപകടം ഉണ്ടായി, ഒരു പൊള്ളലേൽക്കുകയൊക്കെ ചെയ്താൽ അതിനെതിരെ നമുക്ക് കോമ്പൻസേഷൻ മാനുഫാക്ചർക്കെതിരെയും സർവീസ് സെന്ററിനെതിരെയും അതുപോലെ ഡീലർക്കെതിരെയും ഒക്കെ നമുക്ക് പരാതി കൊടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും കോമ്പൻസേഷൻ കിട്ടുന്നതാണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷനാണ് 2019 ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി മൂന്നാമത്തത് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി. ഒരു റെഗുലേറ്ററി അതോറിറ്റിയാണ്. അതിന്റെ ഹെഡ് ഓഫീസ് ന്യൂഡൽഹിയാണ്. സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത ചീഫ് കമ്മീഷണർ ആൻഡ് അതർ കമ്മീഷണേഴ്സ് ആണ് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു അൺഫിറ്റഡ് പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ് ഈവൻ കൺസ്യൂമേഴ്സിനെതിരെയോ ഒരു പബ്ലിക്കിനെതിരെയോ ഉണ്ടാവുകയാണെങ്കിൽ സോമോട്ടോ ആയിട്ട് ആക്ഷൻ എടുക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ഇൻവെസ്റ്റിഗേഷൻ വിങ് എന്നുള്ളൊരു പവറുണ്ട്. ഇൻവെസ്റ്റിഗേഷനും എൻക്വയറി നടത്താനുള്ളൊരു പവറുണ്ട്. അങ്ങനെ ഒരു അൺഫെയർ പ്രാക്ടീസ് നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ഡയറക്ടർ ജനറലാണ് ഇൻവെസ്റ്റിഗേഷൻ വിങ്ങിന്റെ ഹെഡ് നടത്തുകയും അത് തെളിഞ്ഞു കഴിഞ്ഞാൽ കോമ്പൻസേഷൻ അവാർഡ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ ലൈസൻസ് റദ്ദ് ചെയ്യാനും അല്ലെങ്കിൽ പ്രോഡക്ട്സ് റീകോൾ ചെയ്യാനുമുള്ള പവർ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിക്കുണ്ട്. ഇനി സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ ഓർഡറിന് മേലെ അപ്പീൽ പോകുന്നത് നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റെസൽ കമ്മീഷനിലേക്ക് ആണ്. ഈ ഒരു 3 ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ് ആണ് ഉപഭോക്താക്കളെ സഹായിക്കുന്നതിന് വേണ്ടി ഉപഭോക്തൃ നിയമം 2019 കൊണ്ടുവന്നിരിക്കുന്നത്. ഏറ്റവും ഉപകാരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഉപഭോക്താക്കൾ എവിടെയാണോ താമസിക്കുന്നത് അവിടുത്തെ കോടതികൾക്ക് ജൂറിസ്ഡിക്ഷൻ ഉണ്ടെന്നുള്ളത്. അപ്പം അത് ഏറ്റവും ഇതാണ് വളരെ എല്ലാ ഉപഭോക്താക്കൾക്ക് സഹായകമായ ഒരു കാര്യമാണ്. കാരണം അവരവരുടെ സ്ഥലത്ത് തന്നെ അവർക്ക് പരാതി കൊടുക്കാൻ പറ്റുന്നത്. മറ്റേന്ന് വെച്ചാൽ എതിർകക്ഷികൾ എവിടെയാണോ അവരുടെ ബിസിനസ് അല്ലെങ്കിൽ അവരുടെ ഹെഡ് ഓഫീസ് അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫീസ് അവിടെ കൊണ്ടുപോയി പരാതി കൊടുക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ പല ഉപഭോക്താക്കൾക്കും പരാതി കൊടുക്കാൻ പറ്റാത്തതായിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു 2019 നിയമം ഈ ഒരു ഭേദഗതി വരുത്തി കൊണ്ടുവന്നത് തന്നെ ഉപഭോക്താക്കളെ സഹായിക്കുന്നതിന് വേണ്ടി തന്നെയാണ്.